അതുവരെ ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല ചേച്ചി. നമുക്ക് അവിടെ ഒരു 10 സിമെന്റ് കട്ട വെച്ച് ഒന്നില്ലെങ്കിൽ ഒരു ഷെഡ് വെക്കണം. അപ്പോൾ ഷെഡിൽ താമസിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പാർപ്പിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കട്ടില്ലെങ്കിൽ ഒന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിവിശേഷം നിങ്ങൾ നടത്തണം. കാരണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര അപകടത്തിൽ പോകുമെന്ന് പറയുമ്പോഴും അവരത് ചെയ്യാനായിട്ടുള്ള തയ്യാറല്ലാത്തവരാണ്. സംഭവിച്ചത് ഇന്ന് രാവിലെ 6:30 ആയപ്പോഴാണ് ഇങ്ങനെ വീണു എന്ന് പറയാം. അപ്പം സാധാരണ ഇങ്ങനെ ഒരു മാസമായിട്ട് വീണിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, അപേക്ഷ നൽകിയിട്ടുണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ. അത് മുഖാന്തരം അത് എടുത്തു തുടങ്ങുമ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് അതുവരെ ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല ചേച്ചി. നമുക്ക് അവിടെ ഒരു 10 സിമെന്റ് കട്ട വെച്ച് ഒന്നില്ലെങ്കിൽ ഒരു ഷെഡ് വെക്കണം. അപ്പോൾ ഷെഡിൽ താമസിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പാർപ്പിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കട്ടില്ലെങ്കിൽ ഒന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിവിശേഷം നിങ്ങൾ നടത്തണം. കാരണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര അപകടത്തിൽ പോകുമെന്ന് പറയുമ്പോഴും അവരത് ചെയ്യാനായിട്ടുള്ള തയ്യാറല്ലാത്തവരാണ്. പിന്നെ ഒരു അമ്മയും മകനും തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു അസുഖം വഹിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പനി വന്നു. ആ പനി വന്നപ്പോൾ ഒരു അമ്മയ്ക്ക് മോനെ ഒറ്റയ്ക്ക് ഒരു അമ്മയ്ക്ക് എടുത്ത് വണ്ടിയിലൊന്നും ആക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഓട്ടോ വിളിച്ചു, പരിസരവാസികളെ വിളിച്ചു. എന്നിട്ട് ആശുപത്രി പോകാനായിട്ട് തയ്യാറാവും പറയുമ്പോൾ അവരതിനൊന്നും മുതിരില്ല. കാരണം അവരുടെ മൈൻഡിൽ എന്താണോ അതിനനുസരിച്ച് മാത്രം നീങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവരിൽ. നമ്മൾ പറയുന്നതൊന്നും അങ്ങോട്ട് എടുക്കില്ല. ആ ഒരു സ്ഥിതിയാണ് ഞാൻ അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് എനിക്ക് പറയാം. അതാണ് ഇപ്പം ഇത്രയും പറ്റിയത്. നമ്മൾ പറയുന്നതിനനുസരിച്ച് വന്നാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല, അത് ഉറപ്പുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ കിടക്കുന്നത് സേഫില്ല, കട്ടിലെങ്കിലും തിരിച്ചിടണം എന്ന് പറഞ്ഞാൽ കൂടി ഒന്ന് കേൾക്കാത്തത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാതെ പോകും. സാർ, ഇന്ന് കാലത്താണ് ഇവിടെ വിവരം അറിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി അടക്കം ഇവിടെ ഈ പ്രശ്നം കാരണം മഴയൊക്കെ കൂടിയ സമയത്ത് എല്ലാവരും വന്ന് പറഞ്ഞിട്ടുള്ളതാണ് മാറിക്കിടക്കണമെന്ന്. ഒരു 15 ദിവസം മുമ്പ് ഞാൻ തന്നെ നേരിട്ട് വന്ന് ഇവിടെ കണ്ടു പറഞ്ഞാണ്, മെമ്പർ കൂടാതെ. ഇവരുടെ കുടുംബക്കാർ നിറയെ പേര് ഇവിടെയുണ്ട്. ആര് പറഞ്ഞാലും അവർ പോകുന്നില്ല. ഞങ്ങളിത് കൂടാതെ ഇവിടെ പാർട്ടി ഓഫീസുണ്ട്, ചാവി കൊടുക്കാം, അവിടെ വന്ന് കിടന്നോളാൻ പറഞ്ഞാണ്. അതുപോലെ അവർ ചെയ്തിട്ടില്ല. ഇന്നലെ അടക്കം പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ജനങ്ങളെല്ലാവരും ഈ പരിസരത്ത് എല്ലാവരും പറഞ്ഞാൽ പോലും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കേട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം, നമുക്ക് ഈ ദാരുണമായ സംഭവം ഈ പ്രദേശത്ത് ഉണ്ടാവുമായിരുന്നു. എൻ്റെ പേര് പ്രഭാകരനാണ്. വളരെ വിഷമമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അവരുടെ വാശി കൊണ്ടുണ്ടായ സംഭവമാണ്. ഫ്രണ്ടിൽ ഒരു 25 സെൻറ്റ് സ്ഥലമൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ലിസ്റ്റിൽ പേരുമുണ്ട്. പക്ഷെ അത് ആ സമയബന്ധിതമായിട്ടല്ലേ കിട്ടുള്ളൂ. ഒന്നും ഇല്ലാത്ത സ്ഥലക്കാർക്കാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് വരിക. അപ്പോൾ ഇതിൽ വേറെ സ്ഥലമൊക്കെ ഉള്ള കാരണമായിരിക്കും അവർക്ക് വൈകിട്ടുണ്ടാവും. പക്ഷേ ലിസ്റ്റിലുമുണ്ട്. പക്ഷെ അവർ ഈ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമായിരുന്നില്ല. നിലവിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെ എല്ലാവരും വന്ന് അവരുടെ അടുത്തൊന്ന് മാറി താമസിക്കുമോ, അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരാം, ഏതെങ്കിലും ഗവൺമെൻറ് ഇത് വരുമ്പോൾ അവർക്ക് വീട് സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. അവർ ഇത്തിരി കടുംപിടുത്തുള്ള ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് രാത്രി ഒരു 12 മണിക്കൊക്കെ ഒരു ചുമര് വീണ ശബ്ദം കേട്ടെന്നും അയൽവക്കക്കാർ പറഞ്ഞു. രാവിലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വന്ന് നോക്കിയപ്പോഴാണ് കിടക്കുന്ന സീന് കണ്ടത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിന് അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആംബുലൻസും അറിയിക്കുകയും ചെയ്തു. അവർക്ക് എന്തോ ഒരു കടുംപിടുത്തമാണ്. അത് ആരും പറഞ്ഞാൽ കേൾക്കാവുന്ന ഒരു കണ്ടീഷനില്ല അമ്മയും മോനും. അത് കാരണം ശ്രദ്ധിക്കാറില്ല, ഈ വീട്ടിലാരും ശ്രദ്ധിക്കാറില്ല അവരെ. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി ആരും പെട്ടെന്ന് ഓടി വന്ന് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. മോള് ഓടുപോയപ്പോൾ അത് മാറ്റേണ്ട പ്രവണതയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അവർ ടാർപ്പായ അവിടെ ഇവിടെയൊക്കെ വലിച്ചു കെട്ടിയിരിക്കുന്നത്. സമയാസമയത്തിൽ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താണ് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇവിടുത്തെ ഇതിൻ്റെ പുറകിൽ വീട്ടിൽ ഒരു കുട്ടി കേട്ടിട്ടുണ്ട്. അവരുടെ കുടുംബക്കാരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും അവർക്ക് ഇത്രയും സീരിയസ് ആണെന്ന് അറിയില്ല. രാത്രിയല്ലേ, നല്ല മഴയാണ്, അവർക്ക് വരാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പിന്നെ രാവിലെയാണ് 6:30-ക്ക് ശേഷമാണ് ഞങ്ങൾ 2 പേര് വന്ന് തുറന്ന് നോക്കുന്നത്. അപ്പോഴും രാവിലെ 6:30-ക്കൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇതാണ് ഇവിടുത്തെ അമ്മയും മോനെ. പിന്നെ അവർ റിലേഷനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കുറേ ഫാമിലികളൊക്കെ ഉണ്ട്. അവരായിട്ട് അത്ര ഇവർ മാത്രമേ ഉള്ളൂ. ഒരു മോളുണ്ട്, തമിഴ്നാട് അവിടെ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുകയാണ്.